നമസ്കാരം, ഞാൻ മനു. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ഫോർച്യൂണറിൻ്റെ സിഗ്മ 4 ആയിരുന്നു കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള അതിനെ തോൽപ്പിക്കാനായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള വാഹനം ഇതാ കിടക്കുന്നത്. ഫോർഡിൻ്റെ എൻഡവർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതും 4x4 ഓട്ടോമാറ്റിക്, അതായത് 3.26 സ്പീഡ് ഓട്ടോമാറ്റിക് ടോപ്പ് എൻഡിൽ കിടക്കുന്ന ടൈറ്റാനിയത്തിൽ കിടക്കുന്ന ഫോർഡിൻ്റെ എൻഡവറാണ് ഇത്തവണ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വേറെ ഒന്നും കൊണ്ടല്ല, പേഴ്സണലി ഞാനിതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫോർഡ് എൻഡവറിൻ്റെ ബ്ലാക്ക് കളറിൻ്റെ. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറേ പൊക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഫോർച്യൂണർ ഇഷ്ടപ്പെടുന്ന ആളുകളും ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഫോർഡിൻ്റെ എൻഡവർ ഇഷ്ടപ്പെടുന്ന ആളുകളും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഫോർച്യൂണറിൻ്റെ ആളുകളൊക്കെ ഫോർച്യൂണറിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞു, എൻഡവറിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഇതൊക്കെ പറയാൻ കാരണം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വാഹനം ഈ ഒരു ഫോർഡിൻ്റെ എൻഡവർ തന്നെയാണ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പലിൽ പോകുന്ന പോലെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സസ്പെൻഷനാണ്. അത്രയും നല്ലൊരു പെർഫെക്റ്റ് സസ്പെൻഷനാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. അത് ഫീൽ ചെയ്താൽ തന്നെ അറിയുള്ളൂ. ഞാനത് പറഞ്ഞ സമയത്തൊക്കെ ഇയാൾ ഫോർച്യൂണർ ഓടിച്ചിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ കുറേ കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ ഫോർച്യൂണർ ഓടിച്ചിട്ടുണ്ട്, ഞാൻ എൻഡവർ ഓടിച്ചിട്ടുണ്ട്. പക്ഷേ ഫോർച്യൂണർ ആവുന്ന സമയത്ത് ആ ഒരു ബ്രാൻഡിൻ്റെ റീസെയിൽ വാല്യൂ, അതായത് ടൊയോട്ട എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ റീസെയിൽ വാല്യൂ, അതുപോലെ തന്നെ ഈസി അവൈലബിലിറ്റി ഓഫ് പാർട്സ്, അത് എല്ലാ സമയത്തും എല്ലായ്പ്പോഴും ബെറ്റർ തന്നെയാണ് ഈ എൻഡവറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങളിൽ പല ആളുകൾക്കും പറയാം. പക്ഷേ ഡ്രൈവിംഗ് എന്താ പറയുക, അടിച്ച് പൊളിച്ച് ഓടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം, ഈ ഒരു മുതൽ കുറച്ച് കാലം ഒന്ന് ഉപയോഗിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കംഫർട്ട്, ഈ ഒരു കംഫർട്ടൊന്നും എന്തായാലും ആ ഒരു പുതിയ ഷേപ്പ് ഫോർച്യൂണറിലേക്ക് എന്തായാലും വരില്ല. അത് എനിക്ക് 100% ഷുവറാണ്. ഓക്കെ, നമുക്ക് ഏതായാലും അതൊക്കെ പോട്ടെ. ഇത് 2016 മോഡലിലുള്ള ഒരു വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വന്നിട്ടുള്ളൊരു വാഹനമാണ്. അതുപോലെ തന്നെ 3.26 സ്പീഡ് ഓട്ടോമാറ്റിക്കാണ് വരുന്നത്. ഇതിൽ തന്നെ അറിയാം 2.4 വരുന്നുണ്ട്, അതേപോലെ തന്നെ 3.2 വരുന്നുണ്ട്. അപ്പോൾ ഇത് ടോപ്പ് എൻഡിൽ വരുന്ന വാഹനമാണ്. പനോരമിക് റൂഫ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ടൈറ്റാനിയാണ് ഓപ്ഷനായിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും, എനിക്ക് തോന്നുന്നു ഫോർച്യൂണറിൻ്റെ കുറ്റം പറയല്ല കേട്ടോ, ഫോർച്യൂണറിനെക്കാട്ടും കൂടുതൽ ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ വലിയൊരു പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നില്ല. ഇതിനകത്ത് കീട്ട് തിരിക്കണം. പക്ഷേ ഫോർച്യൂണറിനകത്ത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. ആ ഒരു വ്യത്യാസം പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വരുന്നൊരു വ്യത്യാസമാണ്. അപ്പോൾ 2016 മോഡൽ മാനുഫാക്ചർഡ്, അതുപോലെ തന്നെ രജിസ്ട്രേഷനിലുള്ള സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒരു ഫോർഡിൻ്റെ എൻഡവറാണ് ഈ ഒരു വാഹനം. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വാഹനത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഡൽഹിയിലാണ് വാഹനം കിടക്കുന്നത്. ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റുന്ന പ്രൈസ് ഞാൻ എല്ലാ വീഡിയോക്കകത്തും പറയാറുള്ളത്. നമുക്ക് ഇവിടുന്ന് വാഹനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ടൈം തന്നെ ലോൺ ചെയ്യാനുള്ള യാതൊരു പ്രൊവിഷനും ഇല്ല. നമ്മൾ നാട്ടിൽ നമ്പർ ആക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലോൺ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവുള്ളൂ. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. വീണ്ടും കേൾക്കുന്നവർക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. പുതിയ വ്യൂവേഴ്സിന് ഇങ്ങനെയുള്ള സംശയങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട്, അതുപോലെ തന്നെ കോൾസും എനിക്ക് വരാറുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ വീണ്ടും പറഞ്ഞിട്ടുള്ളത്. HR26 ഗുഡ്ഗാവ് രജിസ്ട്രേഷനിലാണ് വാഹനം വന്നിട്ടുള്ളത്. വാഹനത്തിൻ്റെ ഓൾറൗണ്ട് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ളൊരു വാഹനം തന്നെയാണ്. ബോഡിയൊക്കെ കണ്ടോ, നല്ല അടിപൊളി ക്വാളിറ്റി ഉണ്ട്. വേറെ ഡെൻറ്റ് വർക്കോ അല്ലെങ്കിൽ സ്ക്രാച്ചോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് പോളിഷ് കൂടി ചെയ്യുക, എന്നിട്ട് നമുക്ക് ഉപയോഗിക്കാം. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടോ, ഒരു 80% നമുക്ക് ടയേഴ്സ് പറയാൻ പറ്റും. നല്ലൊരു ഫോർഡിൻ്റെ അലോയ്സ് സ്റ്റോക്കായിട്ട് തന്നെ വന്നിട്ടുള്ളത് വാഹനത്തിൻ്റെ മുകളിലുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോഡിയുടെ മുകളിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്യാണ്ട്. ഇതൊക്കെ ചെറിയൊരു സ്ക്രാച്ച് കാര്യങ്ങളൊക്കെയാണ്, ഡസ്റ്റാട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ക്ലീൻ ആയി കിട്ടും. പിന്നെ ഈ ഒരു ഭാഗത്തെ ടയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 70 to 80% തന്നെ ഈ ഒരു ടയറും പറയാൻ പറ്റും. നല്ല ടയേഴ്സാണ് വാഹനത്തിൻ്റെ മുകളിൽ കിടക്കുന്നത്. എനിക്ക് തോന്നുന്നു MRFൻ്റെ വാണ്ടർ ആ ടയറാട്ടോ, ആ ബ്രാൻഡിൽ MRF ബ്രാൻഡിനകത്ത് വരുന്ന ടയറാണ്. ഫ്രണ്ടത്തെ ഡൺലോപ്പിൻ്റെ ടയറാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു ഗ്ലാസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ്. 16 മോഡൽ 16 തന്നെയാണ്. ഈ ഫ്രണ്ട് ഗ്ലാസും ഒറിജിനൽ തന്നെയാണ് വന്നിട്ടുള്ളത്, റീപ്ലേസ്ഡ് അല്ല. പലരും ചോദിക്കാറുണ്ട് ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ഒരു വാഹനത്തിനെ സംബന്ധിച്ച് ഫ്രണ്ട് ഗ്ലാസ് ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ആ ഒരു സൈഡിലേക്ക് പോയി നോക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗത്ത് നോക്കണം, ബോഡിക്ക് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. വേറെ ഡെൻറ്റോ സ്ക്രാച്ചോ ഒന്നുമില്ല. നല്ല ക്വാളിറ്റിയിലുള്ള ബോഡിയാണ് ഈ ഒരു സൈഡിലും കിടക്കുന്നത്. ഈ ഒരു ടയർ ഒരു 70% ഈ ഒരു ടയർ നമുക്ക് പറയാൻ പറ്റും. ഇതും ഡൺലോപ്പിൻ്റെ ടയറാണ്. പുറകിലത്തത് MRFൻ്റെ വാണ്ടർ എന്ന് പറയുന്ന മോഡലാണ്. ഇതും നമുക്കൊരു 70 to 80% മുകളിലുണ്ട്. ഒരു 90% വരെ നമുക്ക് ടയർ പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് ടയറിൻ്റെ അവസ്ഥ. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ടയറൊന്നും ഉടനെ തന്നെ മാറ്റേണ്ട ഒരു ആവശ്യമില്ല. അത്യാവശ്യം ത്രെഡ് ഉള്ളതുകൊണ്ട് തന്നെ, കാരണം ഇത്രയും വലിയ ടയർ ആയതുകൊണ്ട് അത്യാവശ്യം ഒരു കോസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ടയറിൻ്റെ കാര്യത്തെ കൂടി ഒന്നുകൂടി നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനമൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ടയറൊന്നും ഈ അടുത്ത കാലത്തൊന്നും മാറ്റേണ്ട. അത്യാവശ്യം ത്രെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഓവറോൾ കാര്യങ്ങൾ. ഇപ്പോൾ ഈ ഒരു ഗ്ലാസ്സൊക്കെ ആണെങ്കിൽ 16 തന്നെയാണ്. ഡോറ് ഒന്നും മാറിയിട്ടില്ല. നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്ത് നിന്ന് തുടങ്ങാം. ഇനി അടുത്ത് ഫസ്റ്റ് തന്നെ ഈ ഒരു ഡോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒറിജിനൽ ഡോറാണ്, റീപ്ലേസ്മെൻ്റ് ഇല്ല. ഡോർ പാഡൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇൻറ്റീരിയർ ഡാഷ്ബോർഡ് എല്ലാം നല്ല വൃത്തിയുണ്ട്.
4x4 ആണ് വരുന്നത്. 4x4 ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ 4x4 അഡ്ജസ്റ്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ അതിൻ്റെ മുകളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ലെതർ റാപ്പിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ എന്താ പറയുക, റൂഫിൻ്റെ കളറ് ബ്ലാക്ക് കളറാണ്. അതുപോലെ തന്നെ ഈ സൺറൂഫൊക്കെ വർക്കിംഗ് ആണ്. ഞാൻ ഏതായാലും അങ്ങോട്ട് വന്നിട്ട് ഇതിൻ്റെ സൺറൂഫിൻ്റെ വർക്കിംഗ് കാര്യങ്ങളും ഒന്ന് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞത് ഇതാണ് ഈ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഇല്ലാത്തതുകൊണ്ടുള്ള സൺറൂഫൊക്കെ വർക്കിംഗ് ആട്ടോ. അപ്പ് നോർമൽ നോയ്സോ അങ്ങനത്തെ ഇഷ്യൂ ഒന്നുമില്ല. ഒറ്റയടിക്കുന്നത് വർക്കിംഗ് ആയി പോകുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു റൂഫ് ഫുള്ളായിട്ട് ആ ഒരു ഷെയ്ഡ് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അത്ര ഏരിയ നമുക്ക് ഗ്ലാസ് ടോപ്പായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൽ റൂഫ് ക്ലോസ് ചെയ്തിട്ട് ബാക്കി നമുക്ക് സംസാരിക്കില്ലെങ്കിൽ പിന്നെ പൊടി അടിക്കും. പിന്നെ ഇൻറ്റീരിയറിൻ്റെ കളറൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു ബീജ് കളർ, അതുപോലെ തന്നെ ബ്ലാക്ക്, ബീജ് പ്ലസ് ബ്ലാക്ക് എന്ന് പറയുന്ന ആ ഒരു കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. ഉള്ളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും വേറെ സ്ക്രാച്ചോ അല്ലെങ്കിൽ ക്രാക്കോ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഇതിൻ്റെ സ്വിച്ചൊന്നും തേയ്മാനങ്ങളൊന്നുമില്ല. പിന്നെ കുറേ സ്വിച്ച് കാര്യങ്ങളൊക്കെ സ്റ്റിയറിങ്ങിൻ്റെ മുകളിൽ തന്നെ വരുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഒരു കൺഫ്യൂഷൻ വരാനും ചാൻസ് ഉണ്ട്. പിന്നെ ഇത് ഓടിയിട്ടുള്ളത് 1,18,000 കിലോമീറ്ററാണ്. 1,15,000 വരെ ത്രൂ ഔട്ട് കമ്പനി സർവീസ് റെക്കോർഡുള്ള വാഹനമാണിത്. പലർക്കും സംശയമുണ്ടോ ഫോർഡിൻ്റെ വണ്ടിയായതുകൊണ്ട് സർവീസ് ഉണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ സർവീസൊക്കെ ചെക്ക് ചെയ്ത സമയത്ത് ചെക്ക് ചെയ്തു. അപ്പോൾ 1,15,000 വരെ ത്രൂ ഔട്ട് കമ്പനി സർവീസ് റെക്കോർഡുണ്ട്. ഇപ്പോൾ നിലവിൽ 1,18,000 ഓടിയിട്ടുള്ളത്. നല്ലൊരു പാർട്ടിയുടെ അടുത്ത് കടന്നിട്ടുള്ളൊരു വാഹനമാണിത്. പിന്നെ സീറ്റൊക്കെ യാതൊരു ഇഷ്യൂ ഒന്നുമില്ല. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ട്. യാതൊരു ഡാമേജോ ഫെയ്ഡായിട്ടോ അങ്ങനെയൊന്നുമില്ല. പുറകിലത്തെ സീറ്റ് നോക്കുകയാണെങ്കിൽ അതും നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് നമുക്ക് 8 പേർക്ക് പോവാട്ടോ. 7 പേർക്ക്. 8 പേർക്കും പോവാം. പുറകിൽ വേണം 3 പേർക്ക് ഇരിക്കാം. പിന്നെ പുറകിലത്തെ സീറ്റും നല്ല വർക്കിംഗ് ഉണ്ട്. പുറകിൽ AC വെൻ്റൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഫോർച്യൂണറിനെക്കാട്ടും കുറച്ചും കൂടി ഒരു വീതി ഉണ്ട് കേട്ടോ പുറകിൽ. പിന്നെ റിയർ AC വെൻ്റ് എല്ലാം കൊണ്ടും നല്ല ക്വാളിറ്റിയിലുള്ള ഒരു വാഹനം തന്നെയാണ് ഈ കിടക്കുന്ന ഫോർഡിൻ്റെ എൻഡവർ. ഈ പുറകിലെ ഗ്ലാസ്സൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒറിജിനൽ തന്നെയാണ്. 16 തന്നെയാണ് വന്നിട്ടുള്ളത്. ഡിക്കി ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എവിടെ പോയി ഇവിടെ ഉണ്ട്. 1 ടച്ചാണ്. നമ്മളെ സെയിം ഫോർച്യൂണർ ഉള്ള പോലെ തന്നെ. ഞാനെപ്പോഴും ഇതിപ്പോൾ കമ്പയർ ചെയ്യുക ഫോർച്യൂണർ ന്യൂ ഷേപ്പ് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുക. അപ്പോൾ 1 ടച്ചിൽ ഓപ്പണായി വരുന്നുണ്ട്. ഏതായാലും ഈ ഒരു ഭാഗങ്ങളിലൊന്നും ആക്സിഡൻ്റ് ഒന്നുമില്ല. ഇതെല്ലാം ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പഞ്ചിങ് മാർക്ക് പുറകിലൊക്കെ അടി ഉണ്ടെങ്കിൽ ഇവിടെ വർക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പഞ്ചിങ് ഒക്കെ പോകും. അപ്പോൾ നിലവിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെയൊക്കെ പഞ്ചിങ് മാർക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലാണെന്നുണ്ടെങ്കിലും ഇവിടെയൊക്കെ പഞ്ചിങ് മാർക്ക് ഉണ്ട്. ആക്സിഡൻ്റ് ഒന്നുമില്ല. പിന്നെ റെസ്റ്റ് ഒന്നുമില്ല. സാധാരണ ഇവിടെയൊക്കെ ഈ ഏരിയയിലൊക്കെ റെസ്റ്റ് കാണാറുണ്ട്. ചില വണ്ടികൾക്ക് വെള്ളം നിൽക്കുന്ന ഏരിയ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു റെസ്റ്റിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. ഡിക്കി ഡോറ് ഒറിജിനൽ ഡോറാണ്. ഓക്കെ, ഇത്രയാണ് ഒരു പുറകുവശത്തെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റ് ഫോൾഡ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിനകത്ത്. കാരണം നമുക്ക് സ്വിച്ചിൽ തന്നെ ഫോൾഡ് ചെയ്യാൻ പറ്റും. അത് അങ്ങനെയാണ് പറയേണ്ടത്. സ്വിച്ചിനകത്ത് ഫോൾഡ് ചെയ്യാൻ പറ്റും. എല്ലാ വണ്ടിയുടെ സീറ്റ് ഫോൾഡ് ചെയ്യാൻ പറ്റും. പക്ഷേ സ്വിച്ചിനകത്ത് അതതിൻ്റെ ഉള്ളിലൊരു സാധനമുണ്ട്. അതുകൊണ്ടാണ് അത് ഓട്ടോമാറ്റിക്കലി തിരിച്ചിങ്ങോട്ട് തന്നെ വന്നത്. ഒരു കവറുണ്ട്, അതുകൊണ്ട് സീറ്റ് ഫോൾഡ് ആയില്ല, അവിടെ തന്നെ സ്റ്റക്ക് ആയിരുന്നു. പിന്നെ ഇത് നമുക്ക് റിമോട്ടിനകത്തും കൺട്രോൾ ചെയ്യാം. യെസ്, 1 ടച്ചായിട്ട് റിമോട്ടിനകത്ത് നമുക്കിത് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും പറ്റുന്നൊരു പ്രൊവിഷൻ കൂടിയുണ്ട്. നല്ല കിളികൾ എന്താണ് അടി ഉണ്ടാക്കുകയാണ് അവർ. അപ്പോൾ നമുക്കിതാ 4 വീൽ ഡ്രൈവാണ്. 4 വീൽ ഡ്രൈവിൻ്റെ ബാഡ്ജിങ് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് 3.2 6 സ്പീഡ് ഓട്ടോമാറ്റിക് 4x4 വന്നിട്ടുള്ളത് കേട്ടോ. ടൈറ്റാനിയാണ്, ടോപ്പ് എൻഡ് മോഡലാണ്. റിയർ വൈപ്പർ കാര്യങ്ങൾ, ഇപ്പോൾ ഈ റിയർ വൈപ്പർ ഒന്നും പറഞ്ഞതിൻ്റെ ഫീച്ചേഴ്സിനെ ഞാൻ അങ്ങനെ പറയുന്നില്ല, കാരണം ഇതൊന്നും ഒന്നല്ല, ഇതിനെക്കാളും വലിയ ഫീച്ചേഴ്സ് അതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഒന്നുകൂടി ബ്രീഫ് ചെയ്യാം. 2016 മോഡൽ, നോ റീപ്ലേസ്മെൻറ്റ്, സിംഗിൾ ഓണർ, 1,18,000 റണ്ണിങ്, ത്രൂ ഔട്ട് കമ്പനി സർവീസ് അപ് ടു 1,15,000. ടയേഴ്സൊക്കെ ഓൾമോസ്റ്റ് ഒരു എബോവ് 80% ടയേഴ്സ് പറയാം. നല്ല ക്വാളിറ്റിയിലുള്ള ഫുൾ ഓപ്ഷനിലുള്ള ഒരു ഫോർഡ് എൻഡവർ 3.2 ആണ് ഈ കിടക്കുന്നത്.
അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 16 lakhs ആണ്, ആസ്കിംഗ് റേറ്റ് ആണ്. ചെറിയ എന്തെങ്കിലും ഒരു നെഗോസിയേഷൻസ് ഉണ്ടാവും. ഞാൻ ഏതായാലും ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് 16 മോഡൽ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഏതായാലും ഡിസ്പ്ലേയിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ വാട്സ്ആപ്പുകാർ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ വാട്സപ്പിനകത്ത് എന്തെങ്കിലും മെസ്സേജ് അയച്ചാൽ മതി. ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാൻ പറ്റും. കാരണം എല്ലാ വണ്ടികളും എനിക്ക് ഇതേപോലെ വീഡിയോസ് എടുക്കാൻ പറ്റാറില്ല. ചില വണ്ടികൾ ഫോട്ടോസ് മാത്രമേ എടുക്കാൻ പറ്റും. ചിലപ്പോൾ അപ്പാർട്ട്മെൻറ്റ് ഉള്ളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് വീഡിയോ എടുക്കാനും പറ്റില്ല, ചിലപ്പോൾ പുറത്തേക്ക് തന്നുവിടില്ല. അപ്പോൾ അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഫോട്ടോസ് എടുത്തിട്ട് ഗ്രൂപ്പിനകത്ത് പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി വീഡിയോ എടുക്കാൻ പറ്റിയോണ്ടാണ് പുറത്തേക്ക് ഇട്ടിട്ട് വീഡിയോ എടുക്കുന്നത്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. നമുക്ക് അതിൽ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. സ്പെയർ കീയുടെ കാര്യം പറയാൻ മറന്നുപോയി. ഇതിന് സ്പെയർ കീ ഒക്കെ അവൈലബിൾ ആട്ടോ. ഇതേപോലെ തന്നെ വേറെ കീയും കൂടി അവൈലബിൾ ആണ്. അപ്പോൾ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അതിൽ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ ഇറ്റ്സ് മീ മനു. ബൈ.